എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒത്തിരി പേരുടെ സംശയമാണ്. നമ്മുടെ ബോച്ചേറ്റിയിൽ പ്രൈസ് അടിച്ചിരിക്കുന്ന നമ്മുടെ ലക്കി ഡ്രോ കൂപ്പണിൽ പ്രൈസ് അടിച്ചത് എങ്ങനെ അക്കൗണ്ടിലേക്ക് ആക്കാം, അല്ല അതെങ്ങനെ ചെക്ക് ചെയ്യാം, പ്രൈസ് അടിച്ചിരിക്കുന്നത് എങ്ങനെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഗൂഗിളിൽ ഇങ്ങനെ ബോച്ചേറ്റിയിൽ നിന്ന് സെർച്ച് ചെയ്തോ, അല്ലെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ, മെസ്സേജിൻ്റെ അകത്ത് ബോച്ചേറ്റി എന്നുള്ള ആ ലിങ്ക് കിടപ്പുണ്ട്. അതിലോ കയറി നമുക്ക് നേരെ ബോച്ചേറ്റിയുടെ സൈറ്റിലേക്ക് പോകാൻ പറ്റും. ഗൂഗിൾ വഴിയാണെങ്കിൽ ഇങ്ങനെ ബോച്ചേറ്റിയിൽ ക്ലിക്ക് ചെയ്യുക. ഈ രജിസ്റ്റർ എന്നുള്ളതിൻ്റെ അപ്പുറം ഒരു 3 വരയുണ്ടോ, അതിൽ ഞെക്കിയിട്ട് ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്തിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറുണ്ട്, ആ മൊബൈൽ നമ്പർ അടിക്കുക. നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു പാസ്വേഡ് കാണുമല്ലോ, അതും കൂടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ലോഗിൻ കൊടുക്കുക. ഇങ്ങനെ കാണിക്കും. പിന്നെ ഇങ്ങനെ തന്നെ വരും. 3 വരെ വെക്കുമ്പോൾ നമ്മുടെ പേരും നമ്പരും മുകളിൽ കാണിക്കും. അതിൽ മൈ ടിക്കറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ സൈഡിൽ നമ്മുടെ ടിക്കറ്റും നമുക്കിനി എത്ര ടിക്കറ്റ് ബാലൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ കാണിക്കും. ഇപ്പോൾ എനിക്ക് വിഡ്രോ ചെയ്യാനായിട്ട് 400 രൂപ കിടപ്പുണ്ട്. നിലവിൽ നമ്മൾ വിഡ്രോ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി താഴെ ആ വ്യൂ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കുമ്പോൾ നേരത്തെ നമുക്ക് പ്രൈസ് അടിച്ചിരിക്കുന്നതും എല്ലാം അറിയാൻ പറ്റും. അതായത് പ്രൈസ് അടിച്ചിരിക്കുന്നതും നമ്മൾ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ, എനിക്ക് നേരത്തെ അടിച്ചിരിക്കുന്ന 10,000 രൂപയോളം ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അതിൽ വിന്നിങ് നോക്കുമ്പോൾ ഏതൊക്കെയാണ് അടിച്ചിരിക്കണത്, എന്നൊക്കെയാണ് അടിച്ചിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ മൈ പ്രൊഫൈൽ എന്നുള്ളൊരിതുണ്ട്, അതൊക്കെ ഒന്ന് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ വിഡ്രോയിൽ ഞെക്കുക. വിഡ്രോയിൽ വയ്ക്കുമ്പോഴത്തേനും ഞാൻ ഓൾറെഡി എൻ്റെ അക്കൗണ്ട് നമ്പർ IFSC കോഡൊക്കെ കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു ഇൻ്റർഫേസ് വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വിഡ്രോയിൽ വയ്ക്കുമ്പോൾ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ബാങ്ക് ഏത് ബാങ്കാണ് എന്നൊക്കെ ചോദിക്കും. ആദ്യം അക്കൗണ്ട് നമ്പർ ചോദിക്കും, അതിൻ്റെ ഇടയിൽ കൺഫേം അക്കൗണ്ട് നമ്പർ ചോദിക്കും, പിന്നെ ഏത് ബാങ്കാണെന്ന് ചോദിക്കും, പിന്നെ IFSC കോഡും കാര്യങ്ങളും അടിച്ചു കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുമ്പോൾ താഴെ ഒരു KYC അണ്ടർ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് കാണിക്കും. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നെ ഇതുപോലെ തന്നെ ആ വിഡ്രോയിൽ എന്ന് പറഞ്ഞ് കിടക്കുന്നില്ല, അതിൽ കേൾക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ എനിക്ക് ആ പൈസ ഇപ്പം 400 രൂപ കിടക്കുന്നത് മുകളിൽ കാണാം എത്ര രൂപ വിന്നിങ് ബാലൻസ് ഉണ്ടെന്ന്. 400 രൂപ എനിക്ക് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ 400 കൊടുത്തു, സബ്മിറ്റ് കൊടുത്തു. താഴെ കണ്ട 48 മണിക്കൂറിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും എന്നിങ്ങനെ കാണിക്കും. എന്നിട്ട് നമ്മൾ പിന്നെ ഇങ്ങനെ എടുത്തിട്ട് മൈ ടിക്കറ്റ് നോക്കുക, മൈ ബാലൻസ് നോക്കുമ്പോൾ 0 എന്ന് കാണിക്കും. താഴെ ഹിസ്റ്ററി നോക്കുമ്പോൾ ഇന്ന് നമ്മൾ വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്ന ആ 400 ഇങ്ങനെ കാണിക്കും. ഇത് വേറൊരു കാര്യം കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ മൊബൈലിൽ മെസ്സേജ് വരും എന്നോർത്ത് എപ്പോഴും ഇരിക്കില്ല. ചില ആൾക്കാർക്ക് മെസ്സേജ് വരും, ചിലവർക്ക് ടെക്സ്റ്റ് മെസ്സേജ് വരും, ചിലവർക്ക് വരത്തില്ല. അതായത് ഇപ്പം 400 രൂപ ഞാൻ കൊടുത്ത് വിഡ്രോ ചെയ്യാൻ കൊടുത്തിട്ട് ആ 400 രൂപ അക്കൗണ്ടിൽ കയറി എന്നും പറഞ്ഞ് ചിലവർക്കേ മെസ്സേജ് വരത്തുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ മെസ്സേജ് വരത്തില്ല. 48 മണിക്കൂറിന് ശേഷം നമ്മുടെ ബാങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കുക. സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിയിട്ട് അപ്പോൾ അതിൻ്റെ അകത്തൊരു നെഫ്റ്റ് എമൗണ്ട്, ക്യാഷ് ഫ്രീ എന്നൊക്കെ പറഞ്ഞൊരു എമൗണ്ട് വരുന്ന ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും. അത് നോക്കിയാൽ മതി. ഒത്തിരി പേര് അങ്ങനെ സംശയം ചോദിച്ചിട്ടുണ്ട്. അതായത് പൈസ എനിക്ക് കയറിയില്ലല്ലോ 48 മണിക്കൂർ കഴിഞ്ഞ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇനിയും ബോച്ചേറ്റിയൊക്കെ എടുക്കുക. എല്ലാവർക്കും നല്ല പ്രൈസ് അടിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നന്ദി, നമസ്കാരം. ജയ് ബോച്ചെ.